ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബ്രഹ്മത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് സോളറിനെ പറ്റി, ഇൻസ്റ്റാളേഷനെ പറ്റി, MPPTനെ പറ്റി, ഇൻവേർട്ടറിനെ പറ്റി, സോളാർ പാനലിനെ പറ്റി എല്ലാം ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ബാറ്ററിനെ പറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാറ്ററി, ഏത് ബാറ്ററിയാണ് സെലക്ട് ചെയ്യേണ്ടത്, എത്ര AH, ഏത് ബ്രാൻഡ്, അപ്പോൾ അതിനെ പറ്റി ടോട്ടലായിട്ടൊരു ഫുൾ കംപ്ലീറ്റ്ലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സ്പീരിയൻസ് റിവ്യൂ കൂടാതെ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ബാറ്ററി എന്ന് പറയുമ്പോൾ ബാറ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബാറ്ററിയിൽ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാനൽ സെലക്ട് ചെയ്യണ അനുസരിച്ച് വേണം നമ്മൾ ബാറ്ററിയുടെ ആംബിയറും അതുപോലെ തന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റിയും ഏത് ബ്രാൻഡും തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ മുമ്പത്തെ വീഡിയോസ് എല്ലാം കണ്ടിരിക്കുന്ന പോലെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി ബീക്കണിൻ്റെ 220 AH ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബാറ്ററിയുടെ അവർ പറയുന്ന ആയിട്ടുള്ള റെക്കമെൻഡഡ് ആയിട്ടുള്ള ആംബിയർ പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം ചാർജിങ് ആംബിയർ പറയുന്നത് 10% ബാറ്ററിയുടെ പറയുന്നത്. അതുപോലെ തന്നെ മിനിമം പറയുന്നത്, റെക്കമെൻഡഡ് പറയുന്നത് ഒരു 7% പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ നമ്മളൊരു 10% എന്ന് പറയുമ്പോൾ 220 AH ബാറ്ററിയുടെ 10% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 22 ആംബിയറാണ് നമുക്ക് മാക്സിമം ബാറ്ററിക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ പറയുമ്പോൾ തന്നെ നമുക്ക് 22 ആംബിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 1000 വാട്ട്സിൻ്റെ പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 30-32 ആംബിയറിൻ്റെ അടുത്ത് വരെ നമുക്ക് ഒരു 1000 വാട്ട്സിൻ്റെ പാനൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു MPPTയുടെ മാക്സിമം എഫിഷ്യൻസി അനുസരിച്ച് 30 ആംബിയറിന് മേലെ വരെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ സെപ്പറേറ്റഡ് ആയിട്ട് MPPT വെക്കുമ്പോൾ നമുക്ക് ഇത്രയും ആംബിയർ നമുക്ക് ആ ബാറ്ററിക്ക് ചാർജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആ ബാറ്ററി നാശമാവാനുള്ള ചാൻസസും അവർ വാറണ്ടിയും കാര്യങ്ങളും തരാതിരിക്കാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഒന്നില്ലെങ്കിൽ ബാറ്ററിയിലേക്ക് കയറുന്ന ആംബിയർ നമ്മൾ കൺട്രോൾ ചെയ്ത് 22 ആംബിയറിൽ സെറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് 22 അല്ലല്ലോ വേണ്ടത്. നമുക്ക് മാക്സിമം സോളറിൽ നിന്നും പ്രൊഡക്ഷൻ കിട്ടിയാലാണ് നമുക്ക്, പ്രത്യേകിച്ച് ഓഫ് ഗ്രിഡ് എന്ന നിലയ്ക്ക് നമുക്ക് മാക്സിമം എഫിഷ്യൻസി അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളൊരു 1000 വാട്ട്സൊക്കെ പാനൽ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും ഇങ്ങനത്തെ ബാറ്ററി, കാരണം 10% ചാർജിങ് കറണ്ട് മാക്സിമം പറയുന്ന ബാറ്ററി, ബീക്കൺ ബാറ്ററി നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി കിട്ടില്ല. അപ്പോൾ നമ്മൾ ബാറ്ററി സെലക്ട് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. കാരണം നമ്മൾ വാങ്ങിക്കുന്ന ബാറ്ററി ഏത് ബ്രാൻഡായാലും, ബീക്കൺ ആയാലും, എക്സൈഡ് ആയാലും, ലുമിനസ് ആയാലും, ഏത് ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡ് ആണെങ്കിലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും അവരുടെ സ്പെക്കലോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുക എത്ര മാക്സിമം ആംബിയർ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എത്ര മാക്സിമം ആംബിയർ ചാർജിങ് ആ ബാറ്ററിയിൽ സാധിക്കും. ഇപ്പോൾ എക്സൈഡിൻ്റെ നമ്മൾ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ എൻ്റെ എക്സൈഡിൻ്റെ ആംബിയർ പറയുന്നത് 20% പറയുന്നത്. അപ്പോൾ 20% ആകുമ്പോൾ നമുക്കൊരു 10-30 ആംബിയറിൻ്റെ മേലേക്ക് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. 30-40 ആംബിയറിൻ്റെ അടുത്ത് ഇതിൻ്റെ ഡബിൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ 44 ആംബിയർ വരെ ചാർജ് ചെയ്യാനായിട്ട് എക്സൈഡ് ബാറ്ററിക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ കൂടുതൽ വാട്ട്സ് കയറ്റുന്ന പാനലുകളാണെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആംബിയർ ചാർജിങ് ഉള്ള ബാറ്ററി വേണം സെലക്ട് ചെയ്യാൻ. സെലക്ട് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും, ആ ബാറ്ററി പെട്ടെന്ന് ഗ്രാവിറ്റി പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് ബാറ്ററിയിൽ വെള്ളം വറ്റാനും കാര്യങ്ങളും, അതുപോലെ തന്നെ ബാറ്ററി ലോങ് ലാസ്റ്റിംഗ് കിട്ടാതിരിക്കാനും പ്രശ്നം കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബീക്കണിൻ്റെ ബാറ്ററി നമ്മൾ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഞാനതിൻ്റെ C10 ബാറ്ററി ആണല്ലോ, അപ്പോൾ ഇത് കണ്ടിട്ടല്ല വാങ്ങിച്ച എല്ലാവർക്കും ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ ഞാൻ ഇതിനെ പറ്റി അത്രയ്ക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, മീൻസ് ഇത്രയും അറിവുണ്ടായിരുന്നില്ല ഈ ബാറ്ററിനെ പറ്റി വാങ്ങിക്കുമ്പോൾ. ഞാൻ ശ്രദ്ധിച്ച് ഇത്രയും ഉണ്ടായിരുന്നു, സോളാർ ബാറ്ററി ആണോ C10 ബാറ്ററി ആണോ എന്ന് ഞാൻ മാത്രം ശ്രദ്ധിച്ചിരുന്നത്. സാധാരണ എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചത്. പക്ഷെ അതിൻ്റെ ബാക്കിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിനായിട്ട് ഘടകമാണ് C10 ബാറ്ററി, ബീക്കണിൻ്റെ ബാറ്ററി മാക്സിമം 10%, റെക്കമെൻഡഡ് ആയിട്ട് ചാർജിങ് പറയുന്നത് ഒരു 7% പറയുന്നത്. 7% എന്ന് പറയുന്നത് വളരെ കുറവാണ്, കാരണം 17-18 ഉള്ളൂ. അപ്പം നമുക്ക് എപ്പോഴും സോളാർ ബാറ്ററി വാങ്ങിക്കുന്നത് എന്തിനാണ്, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാനും പെട്ടെന്ന് ചാർജ് ചെയ്യാനും വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് C20 ബാറ്ററിയിലേക്ക് മാറിയാൽ മതിയല്ലോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ആംബിയർ കൂടിയ ബാറ്ററികൾ വേണം സെലക്ട് ചെയ്യാൻ. ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല, ബീക്കണോ എക്സൈഡോ ലുമിനസ് ഏത് ബ്രാൻഡാണെങ്കിലും നമ്മൾ AH കൂടിയ ബാറ്ററികൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആംബിയർ, മാക്സിമം ആംബിയർ നമുക്ക് കിട്ടുന്ന ബാറ്ററി മാർക്കറ്റിലുണ്ടെങ്കിൽ ആ ബാറ്ററിയാണ് വാങ്ങി. ഇനിയിപ്പോൾ ബീക്കണിൻ്റെ ബാറ്ററി ഇനി വാങ്ങിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു മാക്സിമം ഒരു 500 വാട്ട്സിൻ്റെ പാനൽ വരെ നമുക്ക് കണക്ട് ചെയ്യാം. കാരണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 29 വോൾട്ട് ഇൻറ്റു നമ്മളൊരു
500 വാട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 10, 17, 18, 20 ആംബിയറിൻ്റെ താഴേക്ക് നമുക്ക് ആംബിയർ ചാർജിങ് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെയും കുഴപ്പമില്ല. നമുക്കത് വാങ്ങിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒരു 500 വാട്ട്സിൻ്റെ പാനലാണ് കണക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം ബീക്കണിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് 5 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സൈഡിനും റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പ്രൈസ് റേഞ്ച് അതിനനുസരിച്ച് ഒരു ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രൈസ് റേഞ്ചും കാര്യത്തിനൊക്കെ. നമ്മൾ ബാറ്ററി സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു 12 വോൾട്ട് സിസ്റ്റം, എല്ലാവർക്കും അത് അറിയുന്ന പോലെ ഏറ്റവും ചെറിയൊരു സിസ്റ്റമാണ് 12 വോൾട്ട് സിസ്റ്റം. അതുപോലെ തന്നെ പിന്നെ വരുന്ന 24 വോൾട്ട് സിസ്റ്റം, 36 വോൾട്ട് സിസ്റ്റം, 48 വോൾട്ട്, അങ്ങനെ കൂടി പോകും. അപ്പോൾ നമ്മൾ ഒരു കൂടുതൽ വോൾട്ട് കൂടുതൽ സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം വോൾട്ട് കൂടുന്നതനുസരിച്ച് കറണ്ട് കുറയുമ്പോൾ ഹീറ്റ് ലോസ് കുറയും. അതാണല്ലോ മെയിനായിട്ടുള്ള എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ വോൾട്ട് കൂടുതലുള്ള ബാറ്ററി എടുക്കും. നമ്മൾ കുറഞ്ഞ ആംബിയർ എടുത്താൽ ഒരു 100 അല്ലെങ്കിൽ 110, 150 ആംബിയർ എടുത്തിട്ട് നമ്മൾ കൂടുതൽ വോൾട്ട് സിസ്റ്റത്തിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആംബിയർ പോകുമ്പോൾ അനുസരിച്ച് ടോട്ടലി നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളും കൂടുതലായിരുന്നു. കാരണം ബാക്കപ്പും കാര്യങ്ങളും കുറച്ച് കമ്പാരിറ്റീവ്ലി കൂടുതലാണെങ്കിലും ഭാവിയിൽ വരുന്ന മെയിൻ്റനൻസും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊരു 100 AH അല്ലെങ്കിൽ 110 AHൻ്റെ ബാറ്ററി 2 എണ്ണമൊക്കെ വാങ്ങി ഒരു 24 വോൾട്ടിൻ്റെ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി നമുക്കൊരു 5000 മുതൽ 10,000 ഡിഫറൻസൊക്കെ നമുക്ക് ബാറ്ററികളുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. ഇനി ബാറ്ററിയെ പറ്റി ഒരു സാധാരണ ഒരു കസ്റ്റമേഴ്സിനുള്ള ടിപ്പാണ്. നമ്മൾ ബാറ്ററി ഒരു 3 മാസം മുതൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ വരെ നമുക്ക് പെട്ടെന്ന് വെള്ളം ഡ്രെയിനായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കപ്പ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ബാറ്ററിക്ക് ചാർജിങ് കറണ്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളൊന്നെങ്കിൽ സർവീസ് ഇതിന് റിക്വസ്റ്റും കാര്യങ്ങളും നോക്കാം, അല്ലെങ്കിൽ നമ്മൾ ചാർജിങ് ചെയ്യുന്ന കറണ്ടിൻ്റെ ആംബിയർ കൂടുതലായതുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്രശ്നം കാര്യങ്ങളൊക്കെ വരിക. അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഗ്രാവിറ്റി ചാർജിങ് കിട്ടില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ UPSൻ്റെ ബാക്കിലുണ്ടാവുന്ന ഗ്രിഡ് ചാർജിങ് ഉണ്ടാവും. നോർമലി ഇപ്പോഴത്തെ വരുന്ന ഇൻവെർട്ടറുകളൊക്കെ ഗ്രിഡ് ചാർജിങ് ആണ്. കാരണം ഫുൾ ടൈം സോളാറിൽ മാത്രം ചാർജിങ് ആകുമ്പോൾ കാരണം ഹൈ ആംബിയറിലായിരിക്കും ചാർജിങ് വരിക. അപ്പോൾ വല്ലപ്പോഴെങ്കിലും നമ്മൾ ഡയറക്റ്റ് ഗ്രിഡ് ചാർജിങ്ങിൽ വഴി ചെയ്ത് കഴിഞ്ഞാൽ 10 ആംബിയർ മുതൽ 11 ആംബിയർ വരെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആയിട്ട് കറക്റ്റായിട്ട് ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാവിറ്റി കുറച്ചൊക്കെ കറക്റ്റ് ആവാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ ബാറ്ററിനെ പറ്റി പറയുമ്പോൾ തന്നെ മെയിനായിട്ട് വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ ബാറ്ററി എല്ലാവരും വാങ്ങിക്കും, നല്ല കമ്പനി ആയിരിക്കും, നല്ല വാറണ്ടിയുള്ള ബാറ്ററി ആയിരിക്കും, കറക്റ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യണം. നമ്മളൊരു ബാറ്ററി വാങ്ങിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെള്ളം ടോപ്പ് അപ്പ് ചെയ്തില്ലെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആവും. അതുപോലെ തന്നെ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ 6 മാസത്തിനുള്ളിൽ പെട്ടെന്ന് വെള്ളം കഴിഞ്ഞ് പോകുന്നുണ്ട്, പെട്ടെന്ന് ഡ്രെയിനായി പോകുന്നുണ്ട്, കുറേ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം, കൂടുതൽ കറണ്ട് ആംബിയർ വരുന്നുണ്ടോ, അതുപോലെ എന്താണ് പ്രശ്നം. ഒന്നുമില്ലെങ്കിൽ സർവീസും കാര്യങ്ങളും, ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് സർവീസും കാര്യങ്ങളും, അല്ലെങ്കിൽ ആ സോളാർ ആരാണ് ഫിറ്റ് ചെയ്ത് അവരെ വിളിച്ച് വരുത്തി ഇങ്ങനെ പെട്ടെന്ന് വെള്ളം കഴിയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കണം. കാരണം ബാറ്ററി എന്ന് പറയുമ്പോൾ മിനിമം ഒരു വർഷമെങ്കിലും വെള്ളം എപ്പോഴും അതിലുണ്ടാവണം. കാരണം കുറയാനായിട്ട് പറയും, പെട്ടെന്ന് ഡ്രെയിൻ ആവണതിന് ഗ്രാവിറ്റി തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂ കാരണം കൊണ്ടാണ് പെട്ടെന്ന് വെള്ളം കാര്യങ്ങളും കഴിയുന്നത്. നമ്മൾ ബാറ്ററി നോർമൽ എല്ലാവരും കണ്ടിട്ടുണ്ട്, ബാറ്ററി വെക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കബേർഡിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെയാണ് ബാറ്ററി വെക്കുന്നത്. അപ്പോൾ ഒരിക്കലും ആരും ബാറ്ററി വീടിൻ്റെ ഉള്ളിൽ വെക്കാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം ഈ ബാറ്ററിയുടെ ഉള്ളിൽ ആസിഡാണ്. അപ്പോൾ ആസിഡ് തമ്മിൽ റിയാക്ഷൻ കാരണം ഫ്യൂംസും കാര്യങ്ങളും വരുന്നു. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ മോശമാണ്. അതുപോലെ തന്നെ ദോഷം ചെയ്യും നമ്മുടെ ആരോഗ്യത്തിന്. ഇനി ബാറ്ററിയുടെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയും, മാക്സിമം ഒരു 5 വർഷം വരെയുള്ള ബാറ്ററി മിനിമം സെലക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ ഓൺസൈറ്റ് വാറണ്ടിയുള്ള ബാറ്ററി ഉണ്ടെങ്കിൽ ഒരു 1000 രൂപയോ അല്ലെങ്കിൽ 2000 രൂപ കൂടിയാലും ഓൺസൈറ്റ് വാറണ്ടിയുള്ള ബാറ്ററി സെലക്ട് ചെയ്യാണ് ഒന്നുകൂടി നല്ലത്. അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള ബാറ്ററി നമ്മൾ സെലക്ട് ചെയ്യാം. പിന്നെ ബാറ്ററിയുടെ കാര്യം, വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ബാറ്ററി ടെർമിനൽസ് എപ്പോഴും നമ്മൾ ടൈറ്റ് ആണോ നോക്കണം. അതുപോലെ തന്നെ എപ്പോഴും ബാറ്ററി ജെല്ല് എപ്പോഴും യൂസ് ചെയ്ത് കറക്റ്റ് ടെർമിനൽസ് എപ്പോഴും ബാറ്ററി ജെല്ലിൽ എപ്പോഴും സോക്ക് ചെയ്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഭയങ്കരമായിട്ട് ആംബിയർ പാസ് ചെയ്യുന്നൊരു സ്ഥലമാണ് ബാറ്ററിയുടെ ടെർമിനൽസ്. അപ്പോൾ അതുപോലെ ഭയങ്കര ഹീറ്റ് ആവാനും ആ ഈ ഹീറ്റ് ലോസ് കൊണ്ട് നമ്മുടെ കറണ്ടും കാര്യങ്ങളും ലോസ് ആവാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും ബാറ്ററി കറക്റ്റായിട്ട് ഗ്രീസ് ചെയ്യണം. ഗ്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ പെട്രോളിയം ജെല്ലി തേച്ച് കറക്റ്റാക്കി നമ്മൾ ബാറ്ററി എപ്പോഴും ടൈറ്റ് ചെയ്ത് നമ്മൾ ടെർമിനൽസ് എപ്പോഴും ചെക്ക് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് ബാറ്ററിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്.
അപ്പോൾ നമ്മൾ ബീക്കൺ ബാറ്ററിനെ പറ്റി നമ്മൾ ഒരു ബ്രാൻഡിനെ പറ്റിയും കുറ്റം പറഞ്ഞത്. അപ്പോൾ ആ ബ്രാൻഡ് അത്ര ഇറക്കുന്നത് അത്ര എഫിഷ്യൻസിയോട് കൂടിയിട്ട് ഇറക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് അവർ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മാക്സിമം മിനിമം 7% ആണ് റെക്കമെൻഡഡ് ചാർജിങ്ങും 10% മാക്സിമം റെക്കമെൻഡഡ് ചാർജിങ്ങുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് സോളർ ബാറ്ററി എന്ന നിലയ്ക്ക് മിനിമം 20% ചാർജിങ് കറണ്ട് ഉണ്ടെങ്കിൽ ശരിക്കും അത് സോളാർ ബാറ്ററി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. കാരണം ആ ഒരു 7% അല്ലെങ്കിൽ 10% ചാർജിങ് കറൻറ്റോട് കൂടി നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ നമുക്കൊരു സോളാർ ബാറ്ററി അറിയില്ലല്ലോ, നമ്മളൊരു ദിവസം ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു, അങ്ങനെയാണല്ലോ അതിൻ്റെ സൈക്കിൾസും കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളൊരു 7% നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ സോളാർ ബാറ്ററി നമുക്ക് ശരിക്കും കണക്ക് കൂട്ടാൻ സാധിക്കില്ല. ഒരു 500 വാട്ട്സിൻ്റെ പാനലൊക്കെ നമുക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ 220 AH ബാറ്ററി എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു 22 ആംപിയർ നമുക്ക് ചാർജ് ചെയ്യാൻ മാക്സിമം സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 100 AH അല്ലെങ്കിൽ 150 AH ബാറ്ററി ഒക്കെ ആണെങ്കിൽ നമുക്ക് തീരെ സാധിക്കില്ല. കാരണം ഇവർ ആകെ ഇറക്കുന്നത് 220 AH ഒരു ബീക്കൺ ബാറ്ററിയുടെ സോളാർ ബാറ്ററി മാത്രമേ ഇറക്കുള്ളൂ. അപ്പോൾ ആ ബാറ്ററി ഇറക്കുമ്പോൾ നമുക്ക് ആ ഒരു സോളാർ ബാറ്ററി നമുക്ക് ആ ഒരു യൂസ് കിട്ടുന്നില്ല ശരിക്കും. ഈ ബീക്കൺ ബാറ്ററി നമ്മൾ ഈ 10% ആംപിയർ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു മിനിമം 20% ആംപിയർ ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് ഒരു കിലോ വാട്ടെങ്കിലും വയ്ക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് മാക്സിമം ആംപിയറിൽ നമുക്ക് ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പോൾ C10 എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്ചാർജിങ് C10 ആണ്, പക്ഷേ ചാർജിങ് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റണ്ടേ, പക്ഷെ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഈ ഒരു ബീക്കൺ ബാറ്ററിയിൽ ഇപ്പോൾ എനിക്കുണ്ടായ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിവിടെ പങ്കുവച്ചത്. അപ്പോൾ എല്ലാവരും ബാറ്ററി വാങ്ങിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇതൊന്നൊക്കെ മനസ്സിലാക്കി എൻ്റെ ചാർജിങ് ആംപിയർ മനസ്സിലാക്കുക, ബാറ്ററിയുടെ വാറണ്ടി മനസ്സിലാക്കുക, ഓൺസൈറ്റ് വാറണ്ടി മനസ്സിലാക്കുക, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ബാറ്ററി വാങ്ങിക്കാൻ. ഒരു 1000-1500 കൂടിയാലും ഈ സ്പെക്ക് ഉണ്ടായാലും കുഴപ്പമില്ല. നമ്മൾ പൈസ മാത്രം കുറവ് നോക്കി പോകുമ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻസ് ആയിട്ട് ഞാൻ ക്ലബ് ഹൗസിൻ്റെ ID ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ ഞാൻ ഫ്രീ ആവുന്ന ടൈമിൽ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിങ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസിൽ നമുക്ക് വരാം. അപ്പോൾ ഡൗട്ടും കാര്യങ്ങളും എൻ്റേതായ രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ വീക്കിലി മാക്സിമം ഞാൻ ഓരോ വീഡിയോസ് ഇറക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മാക്സിമം എനിക്ക് വേണം കേട്ടോ.